നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 21. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. അതായത് തദ്വനിഷ്ഠാശ്ചയേ ജീവ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയാ കൃഷ്ണമന്ദിരം. ത്വദന്യതാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയാ കൃഷ്ണമന്ദിരം. ഇവിടെ കലിയുഗത്തിൽ ഏതൊരു ജീവന്മാർ ഭക്തിയുക്തന്മാരായിട്ട് ഭവിക്കുന്നുവോ, വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. കലിയുഗത്തിൽ ഏതൊരു ജീവന്മാരെ, അതാണായാലും ശരി പെണ്ണായാലും ശരി, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് ഭക്തിയുക്തന്മാരായിട്ട് ഭവിച്ചാൽ മതി. ഭക്തിയുക്തൻ, യുക്തിസഹജമായ ഭക്തി ആയിരിക്കണം, നിഷ്കാമ ഭക്തി ആയിരിക്കണം. ഒന്നും കാമിക്കാതെ കണ്ട് ഈശ്വര സേവയാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്, എൻ്റെ ജോലികളെല്ലാം ഞാൻ ശ്രീകൃഷ്ണൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യണം എന്നൊരു ബോധം, അതാണ് സംശുദ്ധ ഭക്തി. ഭക്തിയിൽ വെള്ളം ചേർക്കരുത്, കളങ്കം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വിശുദ്ധമായിരിക്കണം, ശുദ്ധിയായിരിക്കണം. അപ്പോൾ കലിയുഗത്തിൽ ഏതൊരു ജീവന്മാർ ഭക്തിയുക്തന്മാരായിട്ട് ഭവിക്കുന്നുവോ അവർ പാപികളായിരുന്നാൽ കൂടിയും മുൻജന്മത്തെ പാപം ഉണ്ടെങ്കിലും അതെല്ലാം വാഷ് ഔട്ടാവും. ഭക്തി വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള പാപങ്ങൾ പോയി നശിച്ചു. അത് വിചാരിച്ചിട്ട് പാപങ്ങൾ കൂടാനുള്ള ഇടവരുത്തരുത് നമ്മൾ. ഇതൊക്കെ നമ്മൾ എപ്പോൾ പഠിച്ചിരിക്കണം? 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. കാരണം മനസ്സ് ഉറയ്ക്കുന്നതിൻ്റെ മുമ്പേ, മനസ്സിലെ പാപഭംഗിലമായ അവസ്ഥകൾ വരുന്നതിൻ്റെ മുമ്പേ ഭക്തി ഉണ്ടായിരിക്കണം. കാരണം എന്തിനാ പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് 5-6 വയസ്സിൽ ഗുരുനാഥൻ്റെ പർണശാലയിലേക്ക് വിട്ടുകൊടുക്കുകയാണ്, ഗുരുനാഥൻ്റെ മന്ദിരത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അവിടെ പഠിച്ചുകൊള്ളണം. അവിടെ പശുവിനെ നോക്കണം, പശുക്കുട്ടീനെ കുളിപ്പിക്കണം, വീടടിച്ചു വാരണം, പിന്നെ ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കണം, പുഷ്പം പറിച്ചു കൊണ്ടുവരണം, ആഹാരം പാകം ചെയ്യാനുള്ള വിറക് കൊണ്ടുവരണം, മുറ്റത്തെ പുല്ല് പിഴുതെറിയണം. ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ ഗുണഗണങ്ങളും നിറയത്തക്ക വിധത്തിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു പണ്ട് എന്തുണ്ടായിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ. ഇന്ന് നമ്മൾ താഴത്ത് വെച്ചാൽ ഇറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും പറഞ്ഞ മാതിരി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിനും കൊള്ളാത്ത രീതിയിലല്ലേ ഒരു 85% വീടുകളിലും കുട്ടികളെ വളർത്തുന്നത്. അത് പെട്ടെന്ന് അച്ഛനമ്മമാർക്ക് അറിയില്ല, മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും അമ്മമാർക്കും അമ്മച്ചന്മാർക്കും പ്രത്യേകം അറിയും കുട്ടികളെ വളർത്തുന്നത് ശരിയായിട്ടില്ലെങ്കിൽ. പക്ഷെ അവർ പറയില്ല, കാരണം എന്താ, പറഞ്ഞാൽ കേൾക്കില്ല എന്നെ. അപ്പോൾ ഇവിടെ ഭക്തിയുക്തന്മാരായി ഭവിക്കുന്നുവോ അവർ പാപികളായിരുന്നാൽ കൂടെയും നിർഭയന്മാരായിട്ട് ശ്രീകൃഷ്ണ മന്ദിരമായിരിക്കുന്ന വൈകുണ്ഠത്തെ പ്രാപിക്കും. ശ്രീകൃഷ്ണ മന്ദിരം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ഷേത്രങ്ങളെന്നല്ല അർത്ഥം. വൈകുണ്ഠം, വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയവന്നാണ് വൈകുണ്ഠം എന്നുള്ളതിന് അർത്ഥം പറയാം. അപ്പോൾ നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിലാണ് ഭഗവാൻ വസിക്കുന്നത്, ശ്രീനിവാസൻ.
അപ്പോൾ ശ്രീകൃഷ്ണ മന്ദിരം, കൃഷ്ണമന്ദിരം, നിർഭയ ആ വാക്കാണ്. ഈ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ എന്താ കാര്യം? നിർഭയത്വം. പണം ഉണ്ടാവുന്നല്ല പറഞ്ഞത്, പണം സെക്കൻഡറി ആണ്. ജനിക്കാതെ കണ്ടിരിക്കാനുള്ള ഉപായമാണ് മോക്ഷപ്രാപ്തി. ഭക്തി എവിടേക്കാണ് നയിക്കേണ്ടത്? മോക്ഷത്തിലേക്ക്. അപ്പോൾ നിർഭയാവസ്ഥ, ആ നിർഭയാവസ്ഥ വേണമെങ്കിൽ, ഇന്നലെ ഭാഗവതം വായിച്ചിട്ട് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എന്താ അത്? അപ്രിയമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദുഃഖമുണ്ട് അല്ലേ? അപ്രിയമായ കാര്യങ്ങൾ, പ്രിയ വസ്തുക്കളുടെ വിയോഗം കൊണ്ട് ദുഃഖം ഉണ്ടാവുന്നു, ശരിയല്ലേ? അപ്പോൾ പണവാൻ എന്ന് പറഞ്ഞാൽ ധനവാന് ദുഃഖം ഉണ്ടാവണില്ലേ? ഉണ്ട്. നമ്മളെക്കാൾ വലിയ ദുഃഖമാണ്, സാധാരണക്കാരുടെ വലിയ ദുഃഖമാണ്. അപ്പോൾ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? അപ്പോൾ ഭക്തിമാർഗത്തിൽ ദുഃഖത്തിന് സ്ഥാനമില്ല. സദാസേവ്യ സദാസേവ്യ. ഭാഗവതമാകുന്ന സുധ, ഭാഗവതമാകുന്ന അമൃത്, ശ്രീകൃഷ്ണ പാതാരവിന്ദത്തിൽ ലയിക്കാനുള്ള ത്വരിത നടന്നുകൊണ്ടിരിക്കണം എപ്പോഴും, ടിൽ ദി ലാസ്റ്റ് ബ്രത്ത്. പിന്നെ ബ്രത്ത് ഉണ്ടാവാൻ പാടില്ല, ജനിക്കാനും പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ ലക്ഷ്യമില്ലാതെ കൊണ്ട് എങ്ങനെയെങ്കിലും മരിക്കണം വരെ ജീവിക്കണം, എന്നിട്ട് പിന്നെയും ജനിക്കണം എന്നുള്ളതായാൽ എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നേരാവില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലാവും. അപ്പോൾ ഇവിടെ വൈകുണ്ഠത്തെ പ്രാപിക്കലാണ് നമ്മളൊക്കെ ഉദ്ദേശം. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം പറഞ്ഞു 16. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി നതേ പശ്യന്തി നാശം സ്വപ്നേ അപ്യം അമലമൂർത്തയാം. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണി. ഈ യഥാർത്ഥ ഭക്തി എന്താ? സർവദാ പ്രേമരൂപിണി. പ്രേമം മാത്രമേ ഉള്ളൂ, സ്നേഹം എന്നല്ല പറഞ്ഞത്. സ്നേഹം ഘനീഭവിച്ച പ്രേമമാണ് ഭക്തിയുടെ സ്വരൂപം. ഭഗവാനിലൊട്ടുക, ഭഗവത് പാതാരവിന്ദത്തിൽ ലയിക്കുക. നമ്മൾക്കൊരു സെപ്പറേറ്റ് എൻറ്റൈറ്റി വേണ്ട. അപ്പോൾ ഭഗവാനും ഭക്തനും ഭക്തിയും കൂടിയതാണല്ലോ ഈ മുമുക്ഷത്വം എന്ന് പറഞ്ഞത്. അത് നതേ പശ്യന്തി നാശം സ്വപ്നേ അപ്യമലമൂർത്തയാ. എന്താ അതിനർത്ഥം പറഞ്ഞത്? യേഷാം ചിത്തേ എന്ന് പറഞ്ഞാൽ ഏതൊരുത്തൻ്റെ ചിത്തത്തിൽ, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സല്ല കേട്ടോ. ചിത്തം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണോ? അല്ല. ചിത്തം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണോ? അല്ല. ചിത്തം എന്ന് പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് മാതിരി ഒരു സ്ഥലത്ത്, അതേമാതിരിയുള്ള സ്ഥലത്താണ് ഈ ബാലാഗ്ര ശതവാഗസ് വിസ്തരസ് ഏകോ ജീവ ഇരിക്കണത്. അപ്പം സത്ത് എന്ന് പറഞ്ഞാൽ സത്ത് കാണില്ല, സ്നേഹത്തിനെ കാണില്ല, പ്രേമത്തിനെ കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ യേഷാം ചിത്തെ, ഏതൊരുത്തരുടെ ചിത്തത്തിൽ പ്രേമരൂപിണി ഭക്തി, പ്രേമസ്വരൂപത്തോടു കൂടിയ ഭക്തി സർവദാ വസേത്, എപ്പോഴും വസിക്കുന്നു എന്നാ. ബാലാനാം യുവാനാം വൃദ്ധാനാം എന്നുള്ള ഭേദമില്ല ഭക്തിക്ക്. ഭക്തി പ്രേമത്തിന് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ വിചാരിക്കണ പ്രേമല്ല ഇവിടെ പ്രേമം. ഈ ആധ്യാത്മിക പ്രേമം എന്ന് പറഞ്ഞത് ശാരീരികമല്ല, ദാറ്റ് ഈസ് പ്യൂർലി ഡിവൈൻ. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. ലൗകികമായിട്ടുള്ള ഭക്തിയല്ല ഇത്. അപ്പോൾ സർവദാ വസ്യത, എപ്പോഴും വസിക്കുമോ? എപ്പോഴും വസിച്ചിട്ടില്ലെങ്കിൽ വൈകുണ്ഠം കിട്ടില്ല. അല്ലെങ്കിൽ വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ എപ്പോഴും ഭക്തി ഇല്ലെങ്കിൽ അവിടുന്ന് താഴത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ അമലമൂർത്തയ, അവിടെ അമലമൂർത്തി, സ്വപ്നേ അഭി അമലമൂർത്തയ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ ആരാ? അമലമൂർത്തയ, ചളിയില്ലാത്തവനാണ്. മനസ്സിലും ചെളിയില്ല, ശരീരത്തിലും ചെളിയില്ല. അമല, അതാണ് അമല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ, അതിൻ്റെ പേരെന്താ ശരിക്കും അറിയുകയാണെങ്കിൽ? കാരുണ്യത്തോടു കൂടി ഇരിക്കണത് എന്ന് വേണം പറയാൻ. ആസ്പത്രി ആവുമ്പോൾ കാരുണ്യമയമായിട്ട്. അപ്പോൾ പിന്നെ അമലമൂർത്തയാ തേ, നിർമ്മല സ്വരൂപന്മാരായ അവർ. ആരാ നിർമ്മല സ്വരൂപന്മാർ?
അത് ആദ്യം പറയാം. യേശാം ചിത്തെ, ഏതൊരുത്തരുടെ ചിത്തത്തിൽ പ്രേമരൂപിണിയായ ഭക്തി വസിക്കുന്നുണ്ടോ അവരാരാ? അമലമൂർത്തയാതേ, നിർമ്മല സ്വരൂപന്മാരായവർ. സ്വപ്നേ അഭി, സ്വപ്നത്തിൽ പോലും. കീനാശം എന്ന് പറഞ്ഞാൽ യമൻ എന്നർത്ഥം. യമനെ കീനാശം. അതാണ് നമ്മൾ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. സംസ്കൃതം നമ്മളെ സന്തോഷിപ്പിക്കും, ആനന്ദിപ്പിക്കും. ഒന്ന് വട്ടം ചുറ്റും. ആദ്യം വട്ടം ചുറ്റിപ്പിച്ച് സന്തോഷം, അതായത് താഴത്തേക്ക് ഇറങ്ങാത്ത സന്തോഷം. അപ്പോൾ കീനാശം എന്ന് പറഞ്ഞാൽ യമനെ ന പശ്യന്തി, കാണുകയില്ല. എന്താ അങ്ങനെ പറഞ്ഞ? യമൻ എവിടുത്തെയാ? യമൻ ഈ മരണാനന്തരം നമ്മൾ പാപം ചെയ്തിട്ടുള്ളവരാണ് യമൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. ബാക്കിയുള്ളവരേനെ കൊണ്ടുപോകാൻ വൈഷ്ണവദൂതന്മാരാണ്, വൈഷ്ണവചിത്തന്മാരാണ്, നേരെ വൈകുണ്ഠത്തിലേക്കാണ്. അപ്പോൾ എവിടേക്ക് പോകണം? നരകത്തിലേക്ക് പോകണോ? പിന്നെ യമൻ്റെ ജോലി എന്താ? യമദൂതന്മാർ പാപികളെ കെട്ടിവലിച്ച് കൊണ്ടുപോയാൽ അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന അക്കൗണ്ടൻ്റ് പറഞ്ഞ് മനസ്സിലാക്കും. അതിനനുസരിച്ച് ഏതേത് നരകത്തിൽ ജനിപ്പിക്കണം. അതാണ്. അല്ലാതെ അവിടെ പിന്നെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും സ്വർഗവും. പിന്നെ എന്നാൽ വൈകുണ്ഠം ഇവിടെ അല്ല. അതെന്താ? അത് സ്ഥലം അറിയില്ല നമുക്ക് എവിടെയാണുള്ളത്. ചിലവർ ആകാശത്താന്ന് പറഞ്ഞു. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ വൈകുണ്ഠം മനസ്സാണ് ആയിരിക്കണം. വൈകുണ്ഠം മനസ്സ് വൈകുണ്ഠമായ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ശബരി അല്ലെങ്കിൽ പിന്നെ കുചേലൻ. കാരണം എന്താ? അവർക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ എന്നാ പശ്യന്തി, കാണുകയില്ല എന്ന് പറഞ്ഞു. ഇനി അതിനെ ഒന്നുകൂടി പറയാം. ഏതൊരുത്തരുടെ ചിത്തത്തിൽ പ്രേമസ്വരൂപത്തോടു കൂടിയ ഭക്തി എപ്പോഴും വസിക്കുമോ നിർമ്മല സ്വരൂപന്മാരായ അവർ സ്വപ്നത്തിൽ പോലും യമനെ കാണുകയില്ല. പിന്നെ അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണ്ടേ. ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആനന്ദം നിമിത്തം കണ്ണിൽ ജലം നിറയുക പതിവാണ്. കണ്ണിന് 2 ഗ്രന്ഥിയുണ്ട്. ഒന്ന് ദുഃഖം വരുമ്പോൾ അടി കൊണ്ടിട്ട് വേദന കൊണ്ട് പൊളയുമ്പോൾ കരയുമ്പോൾ അതിന് ഒരു ഉപ്പുരസം ഉണ്ടാവുക. ആനന്ദരസം അതെല്ലാവർക്കും അറിയാം, അനുഭൂതി ഉണ്ടാവില്ല. അതിന് മധുരരസമാണ് അത്ര. അപ്പം എനിക്ക് വെറുതെ പറയാണ്ടിരിക്കുക, അനുഭവിച്ചു എന്ന് ഞാൻ എങ്ങനെയാണ് പറയാം? അപ്പം അതിന് ആനന്ദരസമാണ്, അതിന് മധുരമാണ്. അപ്പോൾ ഈ 2 സെപ്പറേറ്റ് ഗ്രന്ഥി ഉണ്ട്, ഭഗവാൻ സൃഷ്ടിയിലുണ്ട്. അത് നമുക്ക് അനുഭവയോഗ്യമാവണം, വേണ്ടേ? അപ്പോൾ ഇവിടെ ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആനന്ദം നിമിത്തം കണ്ണിൽ ജലം നിറയുക, ഹൃദയം ദ്രവിക്കുക. അതായത് ഹൃദയം ദ്രവിച്ചാൽ പിന്നെ ഈ മനസ്സ് എങ്ങോട്ടും പോയില്ലേ. ഹൃദയം ദ്രവിക്കുക, വാക്കുകൾ ഇടറി പുറപ്പെടുക എന്നീ ലക്ഷണങ്ങളോടുകൂടിയ പ്രേമസ്വരൂപിണിയായ ഭക്തി യാതൊരുത്തരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുമോ അവരുടെ അന്ധക്കരണം. ആ അന്ധക്കരണം അതിലാർക്കുണ്ട്? 4 ആൾക്കാരാ. ഭക്തി, ചിത്ത്, അഹങ്കാരം, ബുദ്ധി. അവരുടെ അന്ധക്കരണം പരിശുദ്ധമായിരിക്കുകയാൽ, പരിശുദ്ധി എന്ന് വന്നാൽ പിന്നെ അവിടെ എന്തില്ല? അഹങ്കാരമില്ല, മനസ്സുമില്ല. മനസ്സ് ഭഗവാനെ ഏൽപ്പിക്കണം. അപ്പോഴാണ് ചിതാകാശ ഗുഹയിലുള്ള ഭഗവാൻ ഫുൾ ടോണിൽ നമുക്ക് അറിയപ്പെടുക. അല്ലെങ്കിലും ഭഗവാൻ ഉണ്ട്, പക്ഷെ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കുമോ അവരുടെ അന്ധകരണം പരിശുദ്ധമായിരിക്കുകയാൽ സ്ഥൂലദേഹവും പരിശുദ്ധമായി തന്നെ ഇരിക്കും. അതായത് അകത്ത് ശാന്തി ഉണ്ടായ പുറത്തും ഉണ്ടാവും. അപ്പോൾ ഈ സ്ഥൂലദേഹവും പരിശുദ്ധമായി തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അസുഖങ്ങളില്ലാതെ കൊണ്ടിരിക്കുന്നത്. ഭക്തി അറ്റ് ഇറ്റ്സ് പീക്കായി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ദുഃഖം ഉണ്ടാവില്ല. അവർ സ്വപ്നാവസ്ഥയിൽ പോലും യമനെ കാണുകയില്ല, സ്വപ്നത്തിൽ പോലും യമനെ കാണുകയില്ല. അവർക്കുള്ള സ്ഥാനം വൈകുണ്ഠമാണെന്ന് ഉറപ്പായി. അത്രയും ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 17ാമത്തെ ശ്ലോകം പറയുന്നു 2ാം അധ്യായത്തിലെ മാഹാത്മ്യത്തിലെ, ന പ്രേതോ ന പിശാചോ വ രാക്ഷസോ വ അസുരോ അഭി വാ ഭക്തിയുക്ത മനസ്കാനാം സ്പർശനേ ന പ്രഭുർഭവേത്.
ന പ്രേതോ ന പിശാചോ വാ രാക്ഷസോ വാസുരോ അഭിവാ ഭക്തിയുക്തമനസ്കാനാം സ്പർശനേന പ്രഭുർഭവേത്. എന്താ അതിനർത്ഥം? ഭക്തിയുക്ത മനസ്കാന എന്ന് പറഞ്ഞെന്താ? ഭക്തിയുള്ള മനസ്സോട് കൂടിയവരുടെ. അപ്പോൾ മനസ്സ് പുറത്തു പോകണില്ല, ഭക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതായത് വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ നോക്കുക, അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള സ്പൗസ്, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യനെ നോക്കുക എന്ന് പറയുന്ന പോലെ ഭക്തി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ഭക്തിയുടെ കൂടെ ആയിരിക്കണം. മനസ്സ് ഭക്തിയുടെ കൂടെ ആവാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഭക്തിയുള്ള മനസ്സോട് കൂടിയവരുടെ സ്പർശനത്തിൽ പ്രഭു ന ഭവേത്, സമർത്ഥനായി ഭവിക്കുന്നില്ല. അതായത് സ്പർശനത്തിൽ സ്പർശനത്തിൽ പ്രഭു ന സമർത്ഥനായി ഭവിക്കില്ല എന്ന് പറഞ്ഞ എന്താർത്ഥം? ആരുടെ മനസ്സിൽ ഭക്തി ഉറച്ചിരിക്കുന്നുവോ അവരെ സ്പർശിക്കുവാൻ പോലും പ്രേതം, പിശാച്, രാക്ഷസൻ, അസുരർ എന്നിവർക്കാർക്കും തന്നെ സാമർഥ്യമില്ല എന്നാണ്. അതാണ് അവിടെ ന പ്രേതോ, പ്രേതത്തിന് പറ്റില്ല, പിശാചിന് പറ്റില്ല, രാക്ഷസത്തിന് പറ്റില്ല, അസുരന് പറ്റില്ല. എന്ത് ചെയ്യാൻ? സ്പർശിക്കാൻ. സ്പർശനെ ഭക്തിയുക്ത മനസ്കാനാം, ഭക്തി ഉറച്ച മനസ്സോടു കൂടിയവരെ ഇവർക്കാർക്കും തൊടാൻ പറ്റില്ല. അപ്പോൾ അവിടെ പറഞ്ഞു അസുരൻ എന്നിവർക്കും തന്നെ സാമർഥ്യമില്ല. ന പ്രഭുർഭവേത്, അവർ പ്രഭുക്കളായി മാറില്ല എന്നർത്ഥം. നമ്മളെ സ്പർശിച്ച് നമ്മൾ അവർക്ക് അടിമയായാൽ അല്ലേ അവർ പ്രഭുവുള്ളൂ. ഇവിടെ രണ്ട് കാര്യമാണ്. ഏതൊരു കാര്യത്തിലും പ്രഭു ഭൃത്യൻ. ഈശ്വരൻ പ്രഭുവാണെങ്കിൽ നമ്മൾ ഭൃത്യനാണ്. പക്ഷെ നമ്മൾ ഈശ്വരീയത കൈവിടാൻ പാടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? മരണമില്ലാത്തൊരവസ്ഥയെ പ്രാപിക്കുമ്പോൾ ഈശ്വരൻ ലയിക്കും. അപ്പോൾ അവിടെ ഭൃത്യനില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആരുടെ മനസ്സിലാണ് ഭക്തി ഉറച്ചിരിക്കുന്നത് അവരെ സ്പർശിക്കുവാൻ പോലും പ്രേതം, പിശാച്, രാക്ഷസൻ, അസുരൻ എന്നിവർക്കാർക്കും തന്നെ സാമർഥ്യമില്ല. അപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മിനിമം ഒരു 500 റുപ്യ ലാഭമാണ്. എന്താ ഈ 500 റുപ്യ ലാഭമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾക്കൊക്കെ പറ്റുന്നൊരു തകരാറ് ഏലസ് കെട്ടിയാൽ എല്ലാം ആയി എന്നാണ്. ഭൂതപ്രേത പിശാചുക്കൾ വരാതെ കണ്ടിരിക്കും. അത് 500 റുപ്യ പോയി എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം 500 അല്ല 5000 ആവാം, എന്തോ ആയിക്കോട്ടെ. ഈ എന്തൊക്കെ നമ്മൾ പുറമേന്ന് വാങ്ങിയോ അതിനെ നിയന്ത്രിക്കുന്ന വസ്തു നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഈ പുറമേന്ന് വാങ്ങിയ ലോക്കറ്റിനും പുറമേന്ന് വാങ്ങിയ ഏലസിനും ചരട് ജപിച്ച് കെട്ടുന്നതിനും വല്ല കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിൽ ആരായിരിക്കുന്നത്? ഇത് മനസ്സിലായാൽ അനാചാരങ്ങളും ആചാരങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ നീലച്ചരട്, കുറേ മഞ്ഞച്ചരട്, കുറേ ചുവപ്പ് ചരട്, ചില കറുത്ത ചരട്, അതിനൊന്നും ആവശ്യമില്ല. കാരണം ശരീരത്തിനല്ല അലങ്കാരം വേണ്ടത്. മനസ്സിൽ ഭക്തി വന്നാൽ ശരീരത്തിൽ ബാധകൾ വരില്ല എന്നുള്ളത് ഇതിൻ്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ പറയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒന്നിനോടൊന്ന് കൂട്ടിയോജിപ്പിച്ച് വായിക്കും വേണ്ടേ? അപ്പോൾ മനസ്സിലായല്ലോ. ഈ ഏലസ് കിട്ടിയിട്ട് കാര്യമില്ല. ഉള്ളിൽ ഭക്തി ഉറച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം നമുക്ക്. അത് കഴിഞ്ഞ് 18ാമത്തെ ശ്ലോകം നോക്കൂ. ന തപോ അഭിർന വേദൈശ്ച ന ജ്ഞാനേന അഭികർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാഹ. അതിനേക്കാൾ വലുത്, കടിച്ചതിനേക്കാൾ വലുതാ മടയലെന്ന് പറഞ്ഞ പോലെ ഓരോ ശ്ലോകം കഴിയും തോറും അടുത്ത ശ്ലോകം അതിനേക്കാൾ എടുത്താൽ പൊന്നാത്തതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ന തപോ ഭിർന വേദൈശ്ച ന ജ്ഞാനേന അഭികർമ്മണ ഹരിർഹി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപിക. ഈ ഗോപികമാരെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഗോപികമാർ? രാമായണത്തിലെ വാനരന്മാരാരായിരുന്നു? ഋഷീശ്വരന്മാരും ദേവന്മാരായിരുന്നു. അതേമാതിരി
ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണാവതാര സമയത്തിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ സേവ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഗോപാലന്മാരും ഗോപസ്ത്രീകളായിട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, തപസ് കൊണ്ടും വേദം പഠിച്ചത് കൊണ്ടും അറിവുണ്ടായത് കൊണ്ടും കർമ്മം കൊണ്ടും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭക്തിക്കാണ്, കലിയുഗത്തിൽ ഭക്തിക്കാണ് മുൻനിരയിൽ, ഭക്തിയാണ് നിൽക്കുന്നത്. ഭക്തിയില്ലാത്ത തപസ്, ഭക്തിയില്ലാത്ത വേദഘോഷങ്ങൾ, ഭക്തിയില്ലാത്ത അറിവ്, ഭക്തിയില്ലാത്ത കർമ്മം, അതാർക്ക് സ്വീകരിക്കണില്ല? കലിയുഗത്തിൽ ഭഗവാൻ സ്വീകരിക്കണില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് ചെയ്യുന്ന തപസ് കൊണ്ടോ, അതായത് 4 പേരും തീ കൂട്ടുക, എന്നിട്ട് നട്ടുച്ച വെയിലത്ത്, അതായത് മുകളിൽ സൂര്യനും 4 ഭാഗത്തും തീയും, ആ കാര്യമായില്ല. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ടല്ലല്ലോ പ്രഹ്ലാദനെ ഭഗവാൻ രക്ഷിച്ചത്. ഭഗവാൻ ധ്രുവനെ രക്ഷിച്ചത് എങ്ങനെയാണ്? ഭഗവാൻ കുചേലനെ രക്ഷിച്ചത് എങ്ങനെയാണ്? കുചേലൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇനി വേദം പഠിച്ചിട്ടാണോ ധ്രുവന് ധ്രുവസ്ഥാനം കൊടുത്തത്, അല്ലെങ്കിൽ പ്രഹ്ലാദനെ സംരക്ഷിച്ചത്? അല്ല. 5 വയസ്സായ ധ്രുവന് എന്തറിവാണുണ്ടായത്? നാരദർ പകർന്നു കൊടുക്കുകയല്ലേ ചെയ്തത്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതാണ് ഭഗവാന്റെ മൂലമന്ത്രം, ഇത് മതി മോനെ. അതേമാതിരി കർമ്മണ, എന്ത് കർമ്മ ചെയ്തിട്ടുള്ളത് 5 വയസ്സുള്ള ധ്രുവൻ, അല്ലെങ്കിൽ പ്രഹ്ലാദൻ, അല്ലെങ്കിൽ കുചേലൻ? ഭക്തിയിൽ നാരദര കായാധൂനെ വേണ്ട മാതിരി ഉപദേശിക്കുക. കാരണം ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദനെല്ലാം കേട്ടു പഠിച്ചു, ഭക്തി വിട്ടുകളഞ്ഞില്ല. നാരായണ എന്നുള്ള 4 അക്ഷരത്തിനോട് അദ്ദേഹത്തിനുള്ള ഭക്തി കറകളഞ്ഞതാവ കാരണം അദ്ദേഹം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് ചെയ്യുന്ന തപസ്സുകൾ കൊണ്ടോ ഋഗ്വാദികൾ, ഋഗ്, യജുസ്, സാമം, ഈ 3 മഹാമന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള വേദങ്ങളെ കൊണ്ടോ അഭ്യസിക്കുന്നത് കൊണ്ടോ വേദാന്തവാക്യ വിചാരജന്യജ്ഞാനം കൊണ്ടോ, എന്താണ് വേദാന്തവാക്യ വിചാരജന്യജ്ഞാനം കൊണ്ടോ, ശ്രൗത സ്മാർത്തകർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ സർവപാപഹരനായ ശ്രീഹരിയെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ അല്ലേ പലതും നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? ഐശ്വര്യപൂജ നടക്കുന്നുണ്ട്. അതൊരു യാഗമാണ്, യജ്ഞമാണ്. പക്ഷേ ഐശ്വര്യപൂജ ഒരു കൊല്ലത്തിൽ ഒരിക്കലും ഒരു സപ്താഹവേളയിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. തപസ്സും കർമ്മക്കൊന്നും ബാധ്യത ഇല്ലേ ഇനി നമുക്ക്. അപ്പോൾ ഉണ്ണിയൂട്ട്, അതേമാതിരി മറ്റെന്താ പറയുക, രുക്മിണി സ്വയംവരം, കുചേലഗതിക്ക് കുചേലൻ കെട്ടി വരവ്, ഇതൊന്നും ഈ ഡ്രാമ നാടകമൊന്നും എവിടെ ഏൽക്കില്ല, ഭഗവാൻ ഏൽക്കില്ല എന്ന് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ശ്രോതാക്കളെ, മാന്യ ശ്രോതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആഖ്യാനമുള്ള പുസ്തകം വാങ്ങി വായിക്കൂ, രക്ഷപ്പെടാം. കാരണം ഉദരംഭരികളായിട്ടുള്ള ആചാര്യന്മാരിത് പറഞ്ഞ് മനസ്സിലാക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ കേട്ടിട്ടില്ല. എനിക്കും 72 വയസ്സായി, ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കാർന്നവരെ, എൻ്റെ ഗുരുനാഥൻ, നീ ഒന്നും പഠിക്കണ്ട, ഭാഗവത മാഹാത്മ്യം പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ തന്നെ തോന്നിക്കോടുന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ ഞാൻ ജനിച്ചു വളർന്ന പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം ഊട്ടുവരാന്നാണ് പണ്ട് അറിഞ്ഞപ്പെട്ടെ. വരുന്നവർക്കൊക്കെ ആഹാരം. അപ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ല, കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളാണ് നമ്മൾക്ക് എന്ത് ചെയ്യണത്, ഒരു ബേസ് തന്നിട്ടുള്ളത്. എന്താ അനുഭവം? വിശന്ന് വരുന്നവന് അന്നം കൊടുക്കുക. വിശന്ന് വരുന്നവന് അന്നം കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ
രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ സർവപാപഹരനായ ശ്രീഹരിയെ പ്രസാദിക്കുവാൻ തപസ്സിനും വേദവാക്യങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ വിശേഷ ജ്ഞാനങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും നടക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു സർവപാപഹരനായ ശ്രീഹരിയെ പ്രസാദിക്കാൻ കഴിയുകയില്ല. ഭക്തി കൊണ്ട് മാത്രമേ ഹരിപ്രസാദം ലഭിക്കുകയുള്ളൂ. ഭക്തി കൊണ്ട് മാത്രമേ ഹരിപ്രസാദം ലഭിക്കുകയുള്ളൂ എന്ന സംഗതിയിൽ ഗോപസ്ത്രീകൾ പ്രമാണം. അപ്പോൾ ഗോപസ്ത്രീകൾ സത്യത്തിൽ അവർ ദേവന്മാരും അതേപോലെ ഋഷീശ്വരന്മാരായിരുന്നു. പക്ഷേ അവർക്ക് ഭഗവാനോടുള്ള കറകളഞ്ഞ ഭക്തി കൊണ്ടാണ് ഗോപികമാർക്ക് ഭഗവാൻ വശപ്പെട്ടു എന്ന് ഗോപികന്മാരെ വിചാരിച്ചിട്ടുള്ളത്. അത് അവരുടെ രാസലീല വിനോദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അവരുടെ അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ ഈ ഗോപികാ നൃത്തമൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ ഇവർ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് തെറ്റ് മനസ്സിലാവണത്. അങ്ങനെ പിന്നെ ഭഗവാൻ ആവിർഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ അഹങ്കരിക്കരുത്. അപ്പോൾ അഹങ്കാരം കൊണ്ട് ഭാഗവതം കയ്യിലെടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് സംഗതി വശാൽ പറയേണ്ടി വരുന്നു. അഹങ്കാരം, ഈ അഹങ്കാരമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ 2, 3, 4 വാക്കുകൾ കൂട്ടിയിട്ട് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ വെക്കണത്. എന്തൊക്കെ തൂലികാനാമങ്ങളാണ്, പെറ്റിനെയുമാണ് നമ്മൾ കൂട്ടുന്നത്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നൊരു അതാണ് ഭാഗവത ഭക്തദാസൻ. ഞാൻ ആ എളിമയിൽ തന്നെ ജീവിക്കുന്നത്. ആ എളിമ കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അത് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭഗവാനോട് ഒരേ ഒരു അഭ്യർത്ഥന എന്താ, ഈ എളിമ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തരുതേ. അപ്പോൾ 18ാമത്തെ ശ്ലോകം അങ്ങനെ കഴിഞ്ഞു. 19ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? നൃണാം ജന്മസഹസ്രേണ ഭക്തോ പ്രീതിർഹി ജായതേ കലോ ഭക്തിർ ഭക്ത്യാ കൃഷ്ണപുരസ്ഥിതാം. നൃണാം ജന്മസഹസ്രേണ ഭക്തോ പ്രീതിർഹി ജായതേ കലോ ഭക്തിർ ഭക്ത്യാ കൃഷ്ണപുരസ്ഥിതാം. ഇവിടെ 2-3 വാക്കുകൾ ഇതുവരെ വരാത്തതാവ് കാരണം അർത്ഥം പറയുന്നുണ്ട്. നൃണാം, നരന്മാർക്ക് എന്നർത്ഥം, മനുഷ്യർക്ക് എന്നാണ് നൃണാം. ജന്മസഹസ്രേണ, സഹസ്രജന്മം കൊണ്ട്, 1000 ജന്മം കൊണ്ട്, ഭക്തോ ഭക്തിയിൽ, പ്രീതി ആനന്ദം. ഞാൻ എപ്പോഴും പറയണ്ട, പ്രീതികരമായിട്ട് ജീവിക്കൂ. പ്രീതികരമായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ആനന്ദമായി ജീവിക്കൂ. ആനന്ദം എപ്പോഴാണ് ഉണ്ടാവുക? ആനന്ദം നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റുള്ളവർക്ക് ആനന്ദം ഉണ്ടാകുമ്പോഴേ നമുക്ക് ആനന്ദം ഉണ്ടാവുള്ളൂ. കൊടുത്തതേ തിരിച്ചു കിട്ടും. അപ്പോൾ ആനന്ദം മറ്റുള്ളവർക്ക് വർദ്ധിക്കത്തക്ക വിധത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ആനന്ദിക്കാം. അപ്പോൾ സർവജീവഗുഹാശയനാണ് പരബ്രഹ്മം. എൻ്റെ ഉള്ളിലും ചിക്കൻ്റെ ഉള്ളിലും ആടിൻ്റെ ഉള്ളിലും പശുവിൻ്റെ ഉള്ളിലും ആനയുടെ ഉള്ളിലെന്ന് മനസ്സിലായാൽ അതിനെ ഇങ്ങനെ ചട്ടം പഠിപ്പിക്കുമ്പോൾ ഭേദിക്കോ? കാട്ടാനൊക്കെ അതിൻ്റെ അവിടേക്ക് പോട്ടെ. ഇപ്പം നമ്മൾ JCB ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. JCB കൊണ്ട് ഒരു ആന നടത്തുന്ന എല്ലാ കാര്യം. പിന്നെ എന്തിനാ ഈ ഗണപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാപങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നത്? അടിക്കുമ്പോൾ നമുക്ക് ഇതാരും പറഞ്ഞു കൊടുക്കണില്ലേ, ഇത് ഗണപതിയാണടാ, ഇത് അടിക്കരുത്. അവർ ആനപ്പാപ്പാന്മാരും മനുഷ്യന്മാരാണല്ലോ. മക്കളെപ്പോലെ വളർത്തണം എന്ന് പറയും. അതേപോലെ വളർത്തിയിട്ടുള്ള ആനപ്പാപ്പന്മാരുണ്ടായിരുന്നു. അവർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ഈശ്വരനെ സേവിക്കുക എന്നുള്ള രീതിയിൽ യാതൊരു വക ഈ മോഡേൺ ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ലാതെ ഇത്ര കാലത്ത്. ഇന്ന് അങ്ങനെയല്ല. ഒരാനയിൽ നിന്നൊരു പാപ്പാൻ ഇറങ്ങിയാൽ അത് വാട്സപ്പിൽ ന്യൂസായി അല്ലെങ്കിൽ റീലായി. അവർ കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ അത് പറയാൻ കാരണം? പ്രീതി എന്നുള്ളതിന് ആനന്ദം എന്നർത്ഥമുണ്ട്. മമത പാടില്ല. മമത എന്ന് പറഞ്ഞാൽ അപ്രീതി എന്നായി. എനിക്കെന്നും എൻ്റേതെന്നും
എൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. സോറി, അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ, പിന്നെ എനിക്ക് ശരീരമുട്ട് നടത്തി, എനിക്ക് ദ്രോഹമുട്ട്, പിന്നെന്താ അസുഖം വരാതെ ഇരിക്കാൻ മുട്ട്, അതൊന്നും നടക്കില്ല. കാരണം ഈ ശരീരം സൃഷ്ടിച്ചിരുന്നതാരാ? ഭഗവാൻ എന്തിനാ സൃഷ്ടിച്ചിട്ടുള്ളത്? എൻ്റെയും നിങ്ങളുടെയും പൂർവജന്മാന്തര പാപപുണ്യങ്ങൾ അനുഭവിക്കാൻ, അതിനനുസരിച്ചിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തരും ഭഗവാൻ. അതിൽ നിന്ന് നമ്മൾ ഈ എന്താ പറയുക, ധന്വന്തിരി മന്ത്രം ജപിച്ചതുകൊണ്ടായില്ല. അതേപോലെ ജീവിക്കണം. അതായത് അസൂയ ഇല്ലാതെ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളായിരിക്കുന്ന ഷഡ്വൈരികളെ ജയിച്ചുകൊണ്ട് ഇന്ദ്രിയ ജയം ഉണ്ടാവണം. എന്നാൽ സുഖങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ അറിവിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് പൊളിച്ചെഴുതണം. അപ്പം ഇവിടെ പറയേണ്ട ഈ ഭക്തി സഹസ്രജന്മാന്തരം 1000 വർഷങ്ങളെ കൊണ്ട് സത്കർമ്മം ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാശ് കൊടുത്താൽ പറ്റില്ല. നമ്മൾ ആരെ നമസ്കരിച്ചിട്ടും നമ്മുടെ തലയിൽ ആര് കൈ വെച്ചിട്ടും നമ്മുടെ നെഗറ്റീവ് എനർജി വേറൊരാൾ സ്വീകരിക്കുമോ? അതാണ് ഭാഗവതം പഠിക്കണതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് ഏത്? രാമായണം. രാമായണത്തിൻ്റെ ഇതിവൃത്തം തന്നെ എന്താ? പേര് അല്ലേ? വാൽമീകിയുടെ പണ്ടത്തെ പേര് എന്താ, ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. രത്നാകരൻ എന്നുള്ള പേര് ആളാണ് സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും സുഖമായിട്ട് ജീവിക്കാൻ, അടിച്ചു പൊളിച്ച്, ഇന്നത്തെ കാലത്ത് പറയുന്ന അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി ലൂട്ട് ചെയ്ത് സമ്പാദിക്കുകയായിരുന്നു. അപ്പോഴാണ് സപ്തർഷികൾ ആ വഴിക്ക് വന്നു എന്നും താൻ ഈ ചെയ്യുന്ന ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപം തൻ്റെ മക്കളോ തൻ്റെ ഭാര്യയോ അനുഭവിക്കുമോ ചോദിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അവർ വന്നു പറഞ്ഞു ഇല്ല. അപ്പോഴാണ് ഇദ്ദേഹം ഇതുവരെ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് രാമമന്ത്രം ഉപദേശിക്കുകയാണ്, താരക ബ്രഹ്മമന്ത്രം ഉപദേശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാമരാമെന്ന് വഴങ്ങിയിരുന്നില്ല. അതിന് ഋഷീശ്വരന്മാരെ ഒരു സൂത്രം കണ്ടു. ആ മരം ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ട് രാമരാമയിലേക്ക് എത്തിക്കാനുണ്ടായത്. അപ്പോൾ നമ്മൾക്ക് ആയുസ്സന്നെ 100, ഒരു ശരാശരി 100 ഉള്ളൂ. അതിലെ പകുതി രാത്രി നമ്മൾ ദുരുപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ള ബാലാവസ്ഥയിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ടെക്നീഷ്യൻ ആവണമെന്നറിയാം, സ്ക്രൂ ഡ്രൈവറിൻ്റെ ഏത് ഭാഗ പിടിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഭക്തിക്ക് വളരെ കുറച്ച് സമയം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? അതുകൊണ്ടാണ് ഇവിടെ ജന്മസഹസ്രേണ, 1000 ജന്മം കൊണ്ട് ഭക്തിയിൽ പ്രീതി ജായതേ ജനിക്കുന്നു. ഒരു പെട്ടെന്നൊരു ഒരു സുദിനത്തിൽ ഉണ്ടാവുന്നതല്ല ഭക്തി. കലികാലത്ത് അപ്പോൾ മനുഷ്യർക്ക് സഹസ്രജന്മം കൊണ്ട് ഭക്തിയിൽ ആനന്ദം ജനിക്കുന്നു കലിയിൽ എന്ന് വാക്കർത്ഥമായി. അപ്പം അതിന് ഇവിടെ ഭാവാർത്ഥം പറഞ്ഞത്, 1000 ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് ഭക്തിയിൽ ആനന്ദം ജനിക്കുകയുള്ളൂ. അതുവരെ നോട്ടീസിൽ കാണുന്ന പൂജകളൊക്കെ ചെയ്ത് നമ്മൾ ഈ നീന്താൻ പഠിക്കുന്ന കുട്ടി കരയായോ എന്ന് നീന്തക്കം നിർത്തി കരയിൽ തൊടുമോ എന്ന് നോക്കാൻ തുടങ്ങിയാൽ ക്ഷീണിക്കാൻ തുടങ്ങും. ആദ്യത്തെ പ്രാവശ്യം കരയുണ്ടോ നോക്കിയില്ല, ഒന്നും കൂടി നീന്തും. പിന്നെ 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ കുട്ടി പിന്നെ മുങ്ങാൻ തുടങ്ങും. അപ്പോൾ കരയിൽ കൈ തൊട്ടാലേ നീന്തക്കം നിർത്താൻ പാടുള്ളൂ. ഒരു പുഴ നീന്തി കയറുകയാണ്. അപ്പോൾ കൈ പിടിച്ചാൽ കരേനെ കൈ കൊണ്ട് പിടിച്ചാൽ നിർത്താം, അല്ലാണ്ട് വെള്ളത്തിൽ കാല് കുത്തിയിട്ട് നോക്കാൻ പാടില്ല. അതേപോലെ ആനന്ദരസം അനുഭവിക്കുക എന്നുള്ളതായിരിക്കരുത്, ഭഗവാനിൽ ലയിക്കുക എന്നുള്ള തത്വശാസ്ത്രപ്രകാരം ഭക്തിപരമായ കാര്യങ്ങളിൽ
സജ്ജന സംസർഗം കൊണ്ട് ഭക്തി വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യണം? ഭഗവാനോട്, പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് എനിക്ക് കാറ് വാങ്ങണം, വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തേ തരാനുള്ളൂ? നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒക്കെ പറയണ്ടേ? സ്നേഹനിധിയായിരിക്കുന്ന ഭഗവാന്, സ്നേഹനിധിയായിരിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടത് ചെയ്യാതെ കണ്ട് എനിക്ക് ഭാഗ്യം കിട്ടണം വിചാരിച്ചിട്ട് ഒരു 50,000 രൂപ ഹുണ്ടിയിലിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ 50,000 രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മളെക്കാൾ പരാതികളുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കതിലാണ് സങ്കടം വരുന്നത്. സ്വന്തം കുടുംബത്തിൽ 10 റുപ്യ ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ കണ്ട് പുതിയ അമ്പലത്തിന് താഴികക്കുടം സ്വർണം പൂശാൻ എൻ്റെ വക ഒരു 50,000. ഇപ്പം 50,000 കൊണ്ട് ഒരു പവനെ കിട്ടുള്ളൂ, ഒന്നും നടക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ സഹസ്രജന്മങ്ങളെ കൊണ്ടുണ്ടാവണതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഭാഗവത ഭക്തദാസൻ എന്ന് പറയുന്ന യൂട്യൂബ് വലിയ രീതിയിൽ റീച്ച് ആവാത്തതിൽ എനിക്ക് സങ്കടമില്ല. കാരണം ഞാനിപ്പോൾ റിവിഷൻ നടത്തുകയാണ്, പഠിച്ചത് തന്നെ ഞാൻ പറയാണ്. അപ്പോൾ എൻ്റെ ബുദ്ധി ഒന്നുകൂടി ഉറയ്ക്കും. എന്താ? കാശുണ്ടാവാൻ വേണ്ടി ഭാഗവതത്തിനെ ഉപയോഗിക്കരുത്, കൊട്ടേഷൻ കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള നിലയിൽ ഈ കൊറോണ വന്നപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലാണ് കൊറോണ കഴിയണത്, നിർത്തി ഞാൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അനേകായിരം ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ബലം കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് ഭക്തിയിൽ ആനന്ദം ജനിക്കുകയുള്ളൂ. കലിയുഗത്തിൽ ഭക്തി തന്നെ ഉത്തമ സാധനം. ഭക്തി കൊണ്ട് ശ്രീകൃഷ്ണനെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് കാണാം. കാരണം നമ്മുടെ മനസ്സിൽ ശ്രീകൃഷ്ണനെ കണ്ടാൽ തീർച്ചയായിട്ടും പുറത്ത് കാണാം, അത്രേ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ കാണുന്നവരിലൊക്കെ ശ്രീകൃഷ്ണനാണ്. ഭക്തിയുടെ മാധ്യമത്തിൽ എല്ലാവരുടെയും ആത്മാവ് ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ആ ഭക്തിയുടെ ഭക്തിയാകുന്ന അകക്കണ്ണ് കൊണ്ട് നോക്കിയാൽ ശ്രീകൃഷ്ണനെ കാണാം. അല്ലാണ്ട് നഗ്നമായ കണ്ണുകൊണ്ട് സ്ത്രീ പുരുഷന്മാരെ നോക്കിയാൽ ഇല്ലേ നമുക്കെങ്ങനെ വ്യത്യാസം അറിയാം? അവരുടെ ശരീരഘടന കൊണ്ട്. അപ്പോൾ സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ളതല്ല കാഴ്ചയിൽ വരുന്നത്. എന്നെപ്പോലെ ഭക്തിയുക്തന്മാരാണ് അവരേത് മനസ്സിലാക്കി രക്ഷപ്പെട്ടു. ഇനി ശ്ലോകം 20. ഭക്തിദ്രോഹകരായേച തേ സീതന്തി ജഗത്രയേ ദുർവാസാ ദുഃഖമാപന്ന പുരാ ഭക്തി വിനന്ദകാം. കഥ എത്രയുണ്ട്, പക്ഷെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണില്ല. എന്താ? ഭക്തിദ്രോഹകരായേച തേ സീതന്തി ജഗത്രയേ ദുർവാസാ ദുഃഖമാപന്ന പുരാ ഭക്തി വിനന്ദകാം. ദുർവാസാവ് മഹർഷിയുടെ കഥ മനസ്സിലാക്കിയാൽ ഭക്തിയുള്ളവരെ ദ്രോഹിച്ചവർ വിഷ്ണു ഭക്തന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും ദുർവാസാവിനെ പോലെ തപശക്തിയുള്ളവർക്ക് തന്നെ ദുഃഖത്തെ സഹിക്കേണ്ടി വന്നു എന്നുള്ള കഥ നമ്മൾക്കൊക്കെ അറിയാലോ അല്ലേ? ദുര്യോധനാദികൾ പറഞ്ഞ് പാണ്ഡവന്മാർ വനവാസം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലിയുടെ കയ്യിൽ സൂര്യൻ കൊടുത്തിട്ടുള്ള ഒരു അക്ഷയപാത്രമുണ്ടെന്നും ആ പാഞ്ചാലി ആഹാരം കഴിച്ച് കഴിഞ്ഞ സമയത്ത് അങ്ങ് 1000-10,000 ശിഷ്യന്മാരോടുകൂടി അവരുടെ അടുത്ത് ആഹാരത്തിന് പോയാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പാഞ്ചാലി കഴിച്ചാൽ പിന്നെ അക്ഷയപാത്രത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ ശപിച്ച് ഭസ്മാക്കാം എന്ന് ദുര്യോധനാദികൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അതിന് ഒടുക്കം കാലം ആർക്കാ അബദ്ധം പറ്റിയത്? അതേമാതിരി തന്നെ ഒരു ഏകാദശി നോറ്റ് പുണ്യവാനായിരിക്കുന്ന ഒരു രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി ദുർവാസാവ് മഹർഷി പോയി. ആ രാജാവിൽ നിന്ന് ഭഗവാൻ ഭക്തി കണ്ട് മനസ്സലിഞ്ഞ് തൻ്റെ ഉഗ്രസ്വരൂപമായിരിക്കുന്ന ആ തൃച്ചക്രത്തെ, സുദർശന ചക്രത്തെ ആ ഭഗവാന് സ്വയത്താക്കി കൊടുത്തു. അപ്പോൾ
രാജാവ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം പാരണ നടത്തിയെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജട പറിച്ച് നിലത്തിട്ട് അതിൽ നിന്നൊരു കൃത്യേര ഉണ്ടാക്കിയിട്ട് ഇയാളെ വധിക്കാൻ ഏർപ്പാട് ചെയ്യാണ്. അത് വൈഷ്ണവ തേജസ്സായിട്ടുള്ള ത്രിചക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല, സുദർശന ചക്രത്തിന്. അപ്പോൾ സുദർശന ചക്രം സ്വയം എന്താണെന്ന് പറയാം പ്രകടമായി ആ കൃത്യേനെ ഇല്ലാണ്ടാക്കി ദുർവാസാവിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ദുർവാസാവ് മഹർഷി സത്യലോകത്ത് പോയി ബ്രഹ്മാവിനെ കണ്ടു, കൈലാസത്ത് പോയിട്ട് പരമശിവനെ കണ്ടു, വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ കണ്ടു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭക്തന്മാർക്ക് അധീനനാണ്, അതുകൊണ്ട് എന്തു ചെയ്യണം, അങ്ങക്ക് എവിടുന്നാണ് ഈ സുദർശനം പുറപ്പെട്ടത്? ആ രാജാവിൻ്റെ പാതാരവിന്ദത്തിൽ നമസ്കരിക്കാൻ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. ഈ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ തത്വം നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവില്ല. അത് ഉറച്ചാൽ കാര്യങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കഥ പറയാനൊരു സന്ദർഭം ഭഗവാനാക്കി ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇവിടെ ഭക്തിദ്രോഹകര, ഭക്തിയുടെ നേരെ ദ്രോഹം ചെയ്യുന്നവർ, അത് ആണായാലും പെണ്ണായാലും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം ഒന്നുമില്ല. യാതൊരുത്തരോ ആരായിരുന്നാലും ശരി എന്നാണ് പറഞ്ഞത്. തേ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ജഗത്രയെ 3 ലോകത്തിലും സീതന്തി എന്ന് പറഞ്ഞാൽ തളരുന്ന പറഞ്ഞത്. 3 ലോകത്തിലും തളരും. ഭക്തി വിനന്ദക, ഭക്തിയെ നിന്ദിച്ചവനായ ദുർവാസ ദുഃഖത്തെ പ്രാപിച്ചു. ഇതാണ് വാക്കിൻ്റെ. എങ്ങനെയാണ് അവിടെ പറയുന്നത്? പറഞ്ഞു, ഭക്തിയുടെ നേരെ ദ്രോഹം ചെയ്യുന്നവർ യാതൊരുത്തരോ അവർ 3 ലോകത്തിലും തളരുന്നു. ഭക്തിയെ നിന്ദിച്ചവനായ ദുർവാസസ് ദുഃഖത്തെ പ്രാപിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭക്തിഹീനന്മാർക്കുള്ള ദോഷത്തെ ദൃഷ്ടാന്തപൂർവം കാണിക്കുന്നു. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദാഹരണ സഹിതം കാണിച്ച് തന്നിട്ടും, പക്ഷേ നമ്മൾ ഭാഗവതം വായിക്കുന്നവരും ഈ ഭാഗവത മാഹാത്മ്യം പഠിച്ചിട്ടില്ലെങ്കിൽ അവർ ഒരു അപരാധമാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ഭാഗവത സപ്താഹം ശ്രവിക്കുമ്പോൾ മാഹാത്മ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാര്യടേവാകും. ആചാര്യന്മാർ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകരുത്. ഭാഗവതം എന്ത് പറയണോ അത് കേൾക്കണം. പ്രമാണം ഭാഗവതം, ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള സംഹിതകളെ അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കാം. സംസ്കൃതം വേണമെന്നില്ല. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഒരു പെറ്റ് നെയിം തന്ന മാതിരി കേരള ഭാഷോപാസന. മോനെ, നമ്മൾ മലയാളികളല്ലേ, മലയാളത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് അന്യഭാഷയിൽ വരുമോ? ഇല്ല. കുപ്പിപ്പാൽ കുടിച്ചാൽ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച ശക്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭക്തിഹീനന്മാർക്കുള്ള ദോഷത്തെ ദൃഷ്ടാന്തപൂർവം കാണിക്കുന്നു. ഏതൊരുത്തൻ ഭക്തിയെ ദ്രോഹിക്കുന്നുവോ അവർ 3 ലോകത്തിലും ക്ലേശിക്കും. എന്ന് പറഞ്ഞാൽ ജാഗ്രതാവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. ഉറക്കം വരാണ്ടിരുന്ന പിന്നെ സുഷുപ്തി ഉണ്ടോ? അപ്പോൾ ഈ നെഗറ്റീവ് എനർജി വളരാൻ തുടങ്ങിയ പിന്നെ അശാന്തിയായി. അപ്പോൾ പണ്ട് വിഷ്ണു ഭക്തനായ അംബരീഷ മഹാരാജാവിനെ നിന്ദിച്ച ദുർവാസാവ് മുനി ക്ലേശത്തെ അനുഭവിച്ചു. പ്രഹ്ലാദദ്രോഹിയായ ഹിരണ്യകശിപു, വിഭീഷണദ്രോഹിയായ രാവണൻ, പാണ്ഡവദ്രോഹിയായ ദുര്യോധനൻ മുതലായവർ ഭക്തദ്രോഹം ദുഃഖകരമാണെന്ന് ദൃഷ്ടാന്തപ്പെടുത്തുന്നു. അപ്പോൾ അതിന് നമ്മൾ മഹാഭാരതം വായിച്ചിട്ടില്ല. മഹാഭാരതം വായിച്ചാലല്ലേ കൗരവർ പാണ്ഡവരോട് ചെയ്ത അസഹിഷ്ണുതയുടെ ഫലമായിട്ടാണല്ലോ 18 ദിവസം നീണ്ടു നിന്ന 18 അക്ഷൗണിപ്പടകളാൽ യുദ്ധം ചെയ്യപ്പെട്ട് തോറ്റ് തുന്നം പാടി പാണ്ഡവന്മാർ മാത്രമേ അതിൽ പിന്നെ എന്തുണ്ടായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്, ജീവനോടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കഥകളിലുള്ള തത്വങ്ങൾ ഗ്രഹിക്കാതെ കണ്ട് അതിനാരാ കുറ്റക്കാരെ? സ്വയം അധ്യയനം ചെയ്യാതെ കണ്ട് നമ്മൾക്ക് എങ്ങനെ കാര്യങ്ങൾ പഠിക്കാം?
ഇപ്പം ഞാൻ ഇത് പുസ്തകം വെച്ച് എഴുതി വായിക്കല്ലോ. പുസ്തകം വായിച്ചതിൻ്റെ അർത്ഥം പറയണു അല്ലേ? അത് എനിക്ക് കൺവിൻസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യുക? എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് 21ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 20 എപ്പിസോഡ് കേട്ടിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവും. എന്താ അഭിപ്രായം? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പരിപൂർണമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, എന്നിലുള്ള ഈശ്വരന്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരീയത പറയണു പട്ടാമ്പിയുടെ പ്രഭാഷണം നന്നായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കതിൽ ആനന്ദം ഉണ്ടായാൽ അതിൽ 1/6 ഭഗവാൻ എനിക്ക് എൻ്റെ ഭക്തിയുടെ അക്കൗണ്ടിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ക്യാപിറ്റലൊക്കെ തരും. ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ ദൃഷ്ടാന്ത സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം? നിത്യജീവിതത്തിൽ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യരുത്. നമ്മൾ ദുർവാസാവാൻ പാടില്ല. നമ്മൾക്ക് നമ്മുടെ ശൗര്യത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കണം. ശൗര്യം എന്തിനു വേണ്ടി ഉപയോഗിക്കാം? നമ്മുടെ കുടുംബത്തെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ തടുക്കാൻ നമ്മുടെ ശൗര്യം വേണം. അല്ലാണ്ട് മറ്റുള്ളവൻ്റെ 1 ഇഞ്ച് ഭൂമി നമ്മൾ അന്യായമായിട്ട് എടുക്കരുത്. മറ്റുള്ളവൻ്റെ ശ്രേയസ്സിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിച്ചാൽ നമ്മൾ മുന്നേറും. മറ്റുള്ളവർ ആരോ ആയിക്കോട്ടെ, നമ്മൾക്ക് ദ്രോഹം തന്നവരാണെങ്കിൽ കൂടി നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരെ നമ്മൾ തിരിച്ച് ദ്രോഹിച്ചാൽ സ്ഥിതി എന്തായി? അവർ നമ്മളൊന്നായി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭക്തി പോയി കിട്ടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിൽ എപ്പോഴും ശാന്തത ഉണ്ടായാൽ വേറൊരാളെ ദ്രോഹിക്കണം എന്നുള്ളത് തോന്നൽ വരില്ല നമ്മൾക്ക്. അതിപ്പോൾ കച്ചവടത്തിലാണെങ്കിൽ കൂടി. മനസ്സിലായില്ലേ? ഒരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് നിർത്താം. 21 ശ്ലോകം എന്താ? അലം വ്രതൈരലം തീർത്ഥൈരലം യോഗൈരലം മഗൈഹി അലം ജ്ഞാനകഥാലാഭേർ ഭക്തിരേകൈവ മുക്തിദാം. അലം വ്രതൈ അലം തീർത്ഥൈ അലം യോഗൈ അലം മഘൈ. അപ്പോൾ അലത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയണം. അലം വ്രതൈ അലം തീർത്ഥൈ അലം യോഗൈ അലം മഘൈ അലം ജ്ഞാനകഥാലാഭേ ഭക്തിരേകൈവ മുക്തിദാം. അപ്പം നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശ്ലോകം വായിക്കുമ്പോൾ ഇവിടെ അലം വ്രതരലം തീർത്ഥരലം യോഗൈരലം മഘൈ എന്ന് പറഞ്ഞ അർത്ഥം പോയി. അപ്പം എങ്ങനെ വായിക്കണം? അലം വ്രതൈ അലം തീർത്ഥൈ അലം യോഗൈ അലം മഘൈ അലം ജ്ഞാനകഥാലാഭൈ ഭക്തിരേകൈവ മുക്തിദാ. ഈ DTP ഇടുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടല്ല അവർ ചെയ്യുന്നത്. അത് അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്നാനങ്ങൾ, യോഗാഭ്യാസങ്ങൾ, യാഗാനുഷ്ഠാനങ്ങൾ, ജ്ഞാനലാഭത്തെ ഉദ്ദേശിച്ചുള്ള കഥാപ്രസംഗങ്ങൾ എന്നിവ ഒന്നും ആവശ്യമില്ല. എല്ലാം വിട്ടുകളയാം, വേണ്ടാന്ന് വയ്ക്കാം. ഭക്തി ഒന്നു തന്നെ മുക്തിയെ സാധിപ്പിക്കും. അപ്പം അലം എന്ന് പറഞ്ഞാൽ അലം വ്രതം കൊണ്ട് കാര്യമില്ല. അലം തീർത്ഥസ്നാനങ്ങളെ കൊണ്ടും കാര്യമില്ല. അപ്പോൾ ഈ തീർത്ഥസ്നാനം എന്ന് പോയാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പണ്ടൊക്കെ കാശിക്ക് പോകുമ്പോൾ ഇരിക്കപ്പിണ്ണം വെച്ചിട്ട് കാശി പോയാൽ മടങ്ങി വരാൻ പാടില്ല എന്നാ. ഇന്നും അങ്ങനെയാണോ കാശിക്ക് പോകണത് നമ്മൾ? നിങ്ങൾ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇയാളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ പോവില്ല. കാരണം എന്താ? ഞാൻ അത്യാവശ്യം കുട്ടിക്കാലത്ത് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ പറയാം? അതിനൊരു വേദവാക്യമുണ്ട്. ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. ഈ 4 വരിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ ബോംബെ IIT എൻ്റെ ജോലിസ്ഥലം, എൻ്റെ ജന്മദേശം ഓങ്ങല്ലൂർ. ഞാൻ വീട് വാങ്ങിയിട്ട് സ്ഥലം വെച്ചിട്ട് താമസിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ നാട് കുരുവമ്പലം.
ഈ കുരുവമ്പലം ഓങ്ങല്ലൂര് IIT ഓങ്ങല്ലൂര് കുരുവമ്പലം അല്ലാണ്ട് ഞാൻ ചതുർധാമലോ. എന്നാൽ IITയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു 2-3 വർഷം ഗുരുസ്വാമിയായിട്ട് കുറേ ആൾക്കാരെ ശബരിമലയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഈ ശിഷ്യപ്പെടുന്നതിൻ്റെ മുമ്പ്. അതിൻ്റെ ശേഷം ഞാൻ ഈ വർഷം കിട്ടിയിട്ടില്ല. കാരണം അതിൽ സത്യമില്ല എനിക്ക് മനസ്സിലായി. ഭാഗവത മാഹാത്മ്യം ശരിക്കും പഠിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാം. അവനവൻ്റെ വീട്ടിൽ വിളക്ക് വെച്ച് ഭാഗവതം വായിച്ച് ആനന്ദം കിട്ടാത്തവർ തീർത്ഥസ്നാനം ചെയ്തിട്ട് എന്താ കാര്യം? പ്രത്യക്ഷ കൃഷ്ണയേവഹി ആയിരിക്കുന്ന ഭാഗവതത്തിനെ ആരാധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലാണ് നമ്മൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുക? ഇതാണ്. പിന്നെ ഭഗവാൻ ശ്രീഹരിയാണ് എൻ്റെ ഉള്ളിൽ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മീതൊരു ദൈവമുണ്ടോ? അപ്പം ഈശ്വരൻ ശരീരമല്ല, ഈശ്വരൻ സത്താമാത്രനാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരണം. അപ്പം നമ്മൾ തിരക്കില്ല, അമ്പലത്തിൽ പോയി തിരക്കില്ല. അമ്പലത്തിൽ പോവാം, തൊഴണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, തൊഴാം. ആരും തിരക്കരുത്. കണ്ണടച്ചാൽ നമ്മളെ ഹൃദയഗഹ്വരത്തിൽ വാഴുന്ന തേജോപുഞ്ചത്തിനെ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പ്രഭയുണ്ടല്ലോ, ഇല്ലേ? അതല്ലേ നമ്മൾക്ക് അനുഭവയോഗ്യമാവേണ്ടത്. സൂര്യനെ 12 മണിക്ക് ഉച്ചസ്ഥായിയിൽ നോക്കാൻ പറ്റില്ല, കണ്ണ് മഞ്ഞളിക്കും. പക്ഷെ സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും നമുക്ക് കാണാം. പക്ഷെ കണ്ണടച്ചാലും സൂര്യകിരണങ്ങളുടെ ആഘാതം നമുക്ക് മനസ്സിലാവണില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താ, പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥസ്നാനങ്ങൾ, യോഗാഭ്യാസങ്ങൾ, യാഗാനുഷ്ഠാനങ്ങൾ, ജ്ഞാനലാഭത്തെ ഉദ്ദേശിച്ചുള്ള കഥാപ്രസംഗങ്ങൾ എന്നിവ ഒന്നും ആവശ്യമില്ല. എല്ലാം വിട്ടുകളയാം. ഭക്തി ഒന്ന് തന്നെ മുക്തിയെ സാധിപ്പിക്കും. ഭക്തി ഒന്നുകൊണ്ട് ഇത്രയൊക്കെ വിവരണം ഈ മാഹാത്മ്യത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രൊഫഷണൽ ആചാര്യന്മാർ ഇത് പറയാത്തത്. നിങ്ങൾ തൂശേല കൊണ്ടുവരൂ, വിളക്ക് കൊണ്ടുവരൂ, ഈ മന്ത്രം ഞാൻ പറഞ്ഞു തരാം, ആ മന്ത്രം നിങ്ങൾ ഏറ്റു പറയും. ഭക്തിയായോ? ഇല്ല, അത് അനുകരണ ഭക്തിയാണ്. അവരവരുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ചൈതന്യത്തിനെ എന്താണെന്ന് പറയുക, ചതുർബാഹുവായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണ് എന്നുള്ള ബോധം ഇൻകൾക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ അവരെ നമസ്കരിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള തത്വജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് ഉദരഭരണത്തിനല്ലാതെ കണ്ട് തുറന്ന മനസ്സോടുകൂടി ആനന്ദം അവരനുഭവിക്കട്ടെ എന്ന് ഉള്ള രീതിയിൽ എത്ര ആൾ പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിൻ്റെ അർത്ഥം പറഞ്ഞത്? 21-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുണ്ടായി. 22-ാമത്തെ ശ്ലോകം നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത പ്രാർത്ഥന. ഞാൻ എങ്ങനെ ഈ ഭാഗവതം അനുഭവിക്കണം, ആ അനുഭവം ഭക്തിസാന്ദ്രമായിട്ട് നിങ്ങൾ എത്തട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.